കാളിദാസിന്റെ വിവാഹമായിരുന്നു ഇക്കഴിഞ്ഞ ആഴ്ച. ഇപ്പോഴും വിശേഷങ്ങൾ എവിടെയും തീരുന്നില്ല. 7 മാസം മുൻപെയാണ് മാളവിക ജയറാമും വിവാഹിതയായത്. യുണൈറ്റഡ് നേഷൻസിലെ മുൻ ഉദ്യോഗസ്ഥനായ ഗിരീഷ് മേനോന്റെയും വത്സല മേനോന്റെയും ഏക മകനാണ് നവനീത്. വിദേശത്താണ് നവനീത് ജോലി ചെയ്യുന്നത്. പാലക്കാട് നെന്മാറയാണ് സ്വദേശം. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത്. നവനീത് പഠിച്ചതും ജോലി ചെയ്യുന്നതുമെല്ലാം UK-യിലെ മാഞ്ചസ്റ്ററിലാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റും നിലവിലൊരു എയർലൈൻസിന്റെ സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിങ് ഹെഡായും വർക്ക് ചെയ്യുകയാണ് ജയറാം കുടുംബത്തിന്റെ കൂടി കിച്ചു. ഇപ്പോഴിതാ മകന്റെ ജനനം മുതൽ മാളവികയുമായുള്ള വിവാഹത്തെക്കുറിച്ച് നവനീതിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. നവനീത് എന്ന മകനെ എനിക്ക് തന്നത് കണ്ണനാണ്. അന്ന് ഞങ്ങൾ തിരുവനന്തപുരം അമ്പലമുക്കിലാണ് താമസം. അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട്. അവിടെ ദിവസവും പോയി നിന്ന് കരയും. തന്നേ പറ്റൂ എന്ന് നിർബന്ധമായും പറയും. പിടിച്ചു വാങ്ങിയതെന്ന് പറയാം. അങ്ങനെ കിട്ടിയ മകനാണ്. ശരിക്കും കണ്ണൻ തന്ന പ്രസാദമാണ് നവനീത്. അങ്ങനെയാണ് ഞാൻ അവനെ കയ്യിലേക്ക് വാങ്ങിയതും അങ്ങനെയാണ് വളർത്തിയതും. അതുകൊണ്ട് തന്നെയാണ് നവനീത് കൃഷ്ണൻ എന്ന് പേരിട്ടതും. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇത് നടന്നപ്പോൾ. കാരണം 2 വർഷമായി ഞങ്ങൾ അവന് വേണ്ടി കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരെണ്ണത്തിന് പോലും അവൻ നമ്മളോട് ഓക്കെ പറഞ്ഞില്ല. കാണുന്നതൊക്കെയും ഇതല്ല ശരിയായ ആളെന്ന് പറയും. ചക്കിയുടെ പ്രപ്പോസൽ വരുന്നത് വരെ അങ്ങനെയാണ്. ചക്കി എന്ന് പേര് പറയുമ്പോൾ ഞാൻ എത്ര ലക്കി എന്നാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഫീൽ വരുന്നത്. നവനീതും അമ്മയും ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. ഈ വിവാഹാലോചന വന്നപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനാകില്ല. ലക്ഷ്മി ചേച്ചിയുടെ കയ്യിലും ഞാൻ മോൻ്റെ പ്രപ്പോസൽ കൊടുത്തിരുന്നു. അങ്ങനെ ഇത് വരുന്ന ദിവസം 1:30-ക്ക് ലക്ഷ്മി ചേച്ചി എന്നെ വിളിച്ചു. ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞാൽ ലളിത രാഗിണി പത്മിനിമാരിൽ ലളിതയുടെ മകളാണ് ലക്ഷ്മി ചേച്ചി. UK-യിലുള്ള കുട്ടിയാണെന്നും പറഞ്ഞു. എന്നാൽ പേരൊന്നും ഓർമ്മയുണ്ടായില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് നവനീതിന് അയച്ചും കൊടുത്തു. അങ്ങനെയാണ് ഈ യാത്രയുടെ തുടക്കം. നമ്മൾക്കിങ്ങനെ ഇൻറ്റിമേഷൻസ് കിട്ടുക എന്ന് പറയില്ലേ, അതുകൊണ്ട് കിട്ടിക്കൊണ്ടിരുന്നു. ആരോ നമ്മളോട് ഇതാണ് ആ ആളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ആലോചന വന്നപ്പോൾ മുതൽ ഇതെൻ്റെ കുട്ടിയാണ്, എൻ്റെ മോളാണെന്നൊരു ഫീലാണ് കിട്ടിയത്. അത് അവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഭഗവാൻ ഓരോന്ന് കാണിച്ചു തന്നത്. ഒരിക്കൽ ഞാൻ ഗുരുവായൂർ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവന് രാധയെപ്പോലെ ഇവനെ സ്നേഹിക്കുന്ന ഒരു രുക്മിണിയെ വേണമെന്ന്. അതുപോലെ തന്നെയാണ് ഭഗവാൻ തന്നതും. ഞങ്ങൾ ചക്കി എന്ന് വിളിക്കാറില്ല. ഞങ്ങളുടെ മുത്താണ്. ഞാൻ കുഞ്ചുമ്മ എന്ന് വിളിക്കും. അല്ലാതെ അവളെ ഞങ്ങൾ ചക്കി എന്ന് വിളിക്കാറില്ല. ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധമാണ്. അതിങ്ങനെ കുറേ വർഷങ്ങൾ ജന്മജന്മാന്തരങ്ങളായി പോകും എന്നും നവനീതിൻ്റെ അച്ഛനും അമ്മയും പറയുന്നു.